ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ബാക്കി നിൽക്കുന്നുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു. അവിടുത്തെ വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി? തിരുവനന്തപുരത്ത് കോർപ്പറേഷന്റെ പ്രധാന വോട്ടെണ്ണൽ കേന്ദ്രം മാർവാന്യൂസ് കോളേജ് ആണ്. അത് കുറച്ച് മുമ്പ് വരെ വലിയ തർക്കങ്ങൾ കോളേജിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെത്താൻ വൈകി എന്നുള്ള ആക്ഷേപം സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം വലിയ ബഹളത്തിന് ശേഷമാണ് മാർവാന്യൂസ് കോളേജിലെ ഗേറ്റ് തുറന്നത്. ഇപ്പോൾ എല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചിട്ട് മാത്രമേ ഉള്ളൂ. സ്ട്രോങ് റൂം പാലക്കാട് നഗരസഭയിലെയും വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുമ്പിൽ ഇപ്പോൾ സൂര്യഗായത്രി സൂചിപ്പിച്ചതുപോലെ സമാനമായ പ്രശ്നമുണ്ടായി. ഇപ്പോൾ സൂര്യഗായത്രി സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ ആ പ്രശ്നം അവസാനിച്ചു എന്നാണല്ലേ? തിരുവനന്തപുരത്ത് പ്രശ്നം അവസാനിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിലാണ് ഗേറ്റ് തുറന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി സ്ഥാനാർത്ഥികളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ട്രോങ് റൂം തുറക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്കാണ് പോകേണ്ടത്. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് എത്തുന്നതിന് ഒരു പാളിച്ച സംഭവിച്ചു, അല്ലെങ്കിൽ അത് വൈകി എന്നുള്ള ആക്ഷേപമാണ് പൊതുവെ ഉയരുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകാത്തതാണ്. മറ്റെല്ലാ ജില്ലകളിലും പാലക്കാട് ഇപ്പോൾ സംഘർഷം നടക്കുന്നു. മറ്റെല്ലാ ജില്ലകളിലും സ്ട്രോങ് റൂം തുറക്കുകയും വോട്ടെണ്ണൽ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നം ഉണ്ടായത്. പക്ഷേ അതിപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ സ്ട്രോങ് റൂം തുറക്കുന്ന നടപടികളിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് തലസ്ഥാനം ഇന്ന് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുന്നത് നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതുവരെയും അതിലൊരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ പ്രതീക്ഷ ആർക്ക് ഇനിയിപ്പോൾ വോട്ട് എണ്ണി കഴിയുമ്പോൾ അത് നിലനിർത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. LDF സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ നിലനിർത്തുമെന്നുള്ള വലിയ പ്രതീക്ഷ LDF-നുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്ത് നിന്ന് ഇത്തവണ ഭരണപക്ഷത്ത് എത്താൻ കഴിയും, കോർപ്പറേഷൻ തങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ BJP-യും വയ്ക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപടി മുന്നേ ആരംഭിച്ച പ്രചാരണ പ്രവർത്തനങ്ങളാണ്. അത് ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിനകത്ത് UDF ക്യാമ്പിലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 4 റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് മാർവാന്യൂസ് കോളേജിനകത്ത് വോട്ടെണ്ണൽ നടക്കുക. 8 മണിക്ക് തന്നെ വോട്ടെണ്ണി തുടങ്ങാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ടാൽ കൃത്യം 8 മണിക്ക് തന്നെ തിരുവനന്തപുരത്തും വോട്ട് എണ്ണി തുടങ്ങാൻ കഴിയും. അങ്ങനെയെങ്കിൽ 8:15 കൂടി തന്നെ ചില സൂചനകൾ ലഭിക്കും. 8:30 കൂടി തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചിത്രം തെളിയും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. 101 വാർഡുകളാണ് കോർപ്പറേഷനുള്ളത്. 51 വാർഡുകളുടെ ഫലസൂചന ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ആ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങോട്ടാണ് കോർപ്പറേഷനിലെ കാറ്റ് പോകുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കും. ആരുടെയൊക്കെ പ്രതീക്ഷകൾ നിലനിർത്തും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ, ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ അത് ബ്ലോക്ക് തലങ്ങളിലാണ് നടക്കുന്നത്. അത് കൂടാതെ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒക്കെ തന്നെ വോട്ടെണ്ണൽ നടക്കുന്നത് ആസ്ഥാനത്താണ്, അതാത് ജില്ലാ ആസ്ഥാനങ്ങളിലാണ്. അതൊക്കെ തന്നെ 8 മണിക്ക് തന്നെ കൃത്യമായിട്ട് വോട്ട് എണ്ണി തുടങ്ങും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2021 ഭരണ തുടർച്ചയുടെ ഒരു കാറ്റാണ് 2020 വീശിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. LDF-ന് വലിയ തരത്തിൽ എല്ലായിടങ്ങളിലും മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിരുന്നു 2020. ഇതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കി കണ്ട അത്രത്തോളം ആകാംക്ഷ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ആകാംക്ഷ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയണം. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലക കൂടിയാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. 2021 ഭരണ തുടർച്ചയായിരുന്നു 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എങ്കിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രയൽ ആയിരിക്കും ഇന്നിപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നണികൾ ഓരോരുത്തരും പ്രചരണം നടത്തുകയും വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
LDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായ അതേ നേട്ടം നിലനിർത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അത് LDF-നെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ 11-ൽ 10 സീറ്റും LDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ 26 സീറ്റിൽ 20ഉം LDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിലായാലും വലിയ തരത്തിലുള്ള മുന്നേറ്റം പഞ്ചായത്തുകളിൽ ഉണ്ടാക്കാൻ LDF-ന് സാധിച്ചു. അതേ ഭരണ തുടർച്ചയും അതുകൂടാതെ തങ്ങൾക്ക് കൈവിട്ടുപോയ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള സീറ്റുകളും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയുമെന്നുള്ളതാണ് LDF-ന്റെ ആത്മവിശ്വാസം. അത് സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണ്. അവർ വീണ്ടും LDF-നെ തന്നെ വിജയിപ്പിക്കും. മൂന്നാം പിണറായി സർക്കാർ വരും എന്നതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനത്തിലൂടെ തെളിയും എന്നുള്ളതാണ് LDF പറഞ്ഞിരുന്ന ആത്മവിശ്വാസം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 സീറ്റ് മാത്രമാണ് ഉള്ളത്. ഇത്തവണ ഈ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം BJP-യും അതുപോലെ തന്നെ LDF-ഉം തമ്മിലായിരിക്കും, NDA-യും LDF-ഉം തമ്മിലായിരിക്കും പ്രധാന മത്സരം നടക്കുക. ഇവരിൽ ആര് കോർപ്പറേഷൻ സ്വന്തമാക്കും, ആര് വീഴും എന്നുള്ള ഒരു ചോദ്യമാണ് തുടക്കം മുതൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നിലനിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ചർച്ചകൾക്ക് വിരാമമിട്ടത് UDF-ന്റെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കം തന്നെയായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ നിർത്തിയായിരുന്നു UDF-ന്റെ ഓരോ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരു പടി മുന്നേ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസമാണ് UDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയതും സൂര്യഗായത്രി ഇപ്പോൾ സൂചിപ്പിച്ച ഈ ആത്മവിശ്വാസ പ്രകടനം ഇന്ന് രാവിലെയും എല്ലാ നേതാക്കളും തുടരുകയുണ്ടായി. ആ ആത്മവിശ്വാസത്തിന്റെ ആയുസ് എത്രയുണ്ടാകുമെന്ന് അറിയുന്നതിന് ഇനി 9 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലായിടങ്ങളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റികൊണ്ട് അത് അടിച്ച് ക്രോസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു. ഇപ്പോൾ എല്ലായിടങ്ങളിലും ആ രീതിയിൽ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു. വോട്ടെണ്ണൽ ഉടൻ ആരംഭിക്കാൻ പോകുന്നു. ആദ്യ ഫലസൂചന കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് 8:30 അറിയാൻ കഴിയും. ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ, അവിടെ നിന്നുള്ള ആദ്യത്തെ ഫലം 8